നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഇന്നലെയാണ് ഞാൻ ഡൽഹിയിൽ പാർലമെന്റ് നടക്കുകയാണ്. ഇന്നലെയാണ് വന്നത്. ശരിക്കും ഇന്നാണ് വരുന്നത്. കാരണം ഒരു ദിവസം കൂടി അഡ്വാൻസ് ആയിട്ട് പാർലമെന്റ് മുടങ്ങി. കാരണം ഹോളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു നോട്ടീസ് വന്നു എന്ന് ഞാൻ വൈകുന്നേരമാണ് അറിയുന്നത്. കാരണം വന്നിരുന്ന എല്ലാം അവിടെ നമ്മൾ നോക്കില്ലല്ലോ. എൻ്റെ ഓഫീസിൽ കൊണ്ടുപോയി നോക്കിയതിന് ശേഷമാണ് ഇങ്ങനെ EDയുടെ ഒരു നോട്ടീസ് വന്നിട്ടുണ്ടെന്ന് അറിയാൻ കഴിയും. അത് ഇന്നലെ ഹാജരാവണമെന്ന് പറഞ്ഞിട്ടാണ് നോട്ടീസ്. സ്വാഭാവികമായിട്ടും അറിയാമല്ലോ, ഇന്നലെ ഹാജരാകാൻ കഴിയില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് EDക്ക് അപ്പം തന്നെ നമ്മൾ ED ഓഫീസിലേക്ക് വിവരം കൊടുത്തു. ഹാജരാവാൻ കഴിയില്ല, പാർലമെൻറ്റ് കഴിയുന്നവരെ നമുക്ക് ഹാജരാകാൻ കഴിയില്ല എന്ന് പിന്നീട് കത്തും കൊടുത്തു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാം. അപ്പോൾ EDയുടെ പ്രധാനമായിട്ട് അതിൽ നോട്ടീസിൽ പറയുന്ന കാര്യങ്ങളൊന്നും അല്ല ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ വന്നുകൊണ്ടിരിക്കും. അവർ ചോദിച്ചിരിക്കുന്നത് നമ്മളെ എന്തെങ്കിലും തെളിവുകൾ ഹാജരാക്കാൻ വേണ്ടി കാരണം ഇന്ന കാര്യം ഡോക്യുമെൻറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ആ ഡോക്യുമെൻറ്റ്സായിട്ട് നമുക്ക് ഹാജരാകും. നമുക്കതിൽ ഭയപ്പെടേണ്ട കാര്യമല്ല. ഏത് അന്വേഷണം വന്നാലും അതിനെ നമുക്ക് എന്തുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻ്റാണ് അവർ പറയുന്നത്? ഒരു അതിൻ്റെ ബാങ്ക് അക്കൗണ്ട്, അതുപോലെ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, മറ്റ് പിന്നെ ആസ്തി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. ഈ കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് താങ്കൾ പ്രവർത്തിച്ചിട്ടില്ലല്ലോ, അപ്പം എന്തിനാ ഈ ഒരു കേസിൽ ഈ കേസാണ് എന്ത് കേസാണെന്ന് എനിക്കറിയില്ല. അതിൽ ഇപ്പോൾ ഇന്ന കേസാണെന്ന് പറയുന്നില്ല. ഇങ്ങനെ മാത്രമാണ് പറയുന്നത്. അല്ലാതെ കരുവന്നൂർ കേസ് എന്ന് പറഞ്ഞിട്ടൊന്നും അല്ലെങ്കിൽ കരുവന്നൂർ സഹകരണ സംഘവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസിൽ ഹാജരാണെന്നല്ല പറഞ്ഞിരിക്കുന്നത്. മറ്റു പല കാരണങ്ങളാണ്. ഈ ED നിരന്തരം എല്ലാവരെയും ഈ പ്രത്യേകിച്ച് തൃശ്ശൂരിലെ CPM നേതാക്കളെ നിരന്തരം ചോദ്യം ചെയ്യുന്നുണ്ടല്ലോ. അപ്പോ അതിന്റെ ഒരു ഭാഗമാക്കായി തന്നെയാണോ അല്ലെങ്കിൽ സംശയം എന്താ? ED ശ്രമിച്ച് അല്ലെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എതിരാളികളെ എങ്ങനെയൊക്കെ അമർച്ച ചെയ്യാൻ കഴിയും അത്രമാത്രമാണ്. EDക്ക് അങ്ങനെ സ്വതന്ത്രമായിട്ട് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുന്നതൊന്നും നമുക്ക് ഇതില്ല. പക്ഷേ ഏകപക്ഷീയമായിട്ട് തങ്ങൾക്കെതിരായി നിൽക്കുന്ന പ്രസ്ഥാനങ്ങളെയും നേതാക്കളെയും ഇല്ലാതാക്കുക എന്നുള്ള ഒരു അജണ്ട ഇതിൻ്റെ പിന്നിലുണ്ട്. അത് ഇവിടെ മാത്രമല്ല, ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ ഉള്ള കാര്യം. നമുക്കതിനെ സംബന്ധിച്ച് ഏത് അന്വേഷണത്തെയും നേരിടാൻ ഒരു ഭയമില്ല. ഏത് അന്വേഷണം സ്വത്ത് സമ്പാദിച്ചെന്ന് പറഞ്ഞിട്ടില്ലേ, അത് സ്വത്ത് സമ്പാദിച്ചതിനെ കുറിച്ചിട്ട് ആരൊക്കെ എങ്ങനെയൊക്കെ അന്വേഷിച്ചോട്ടെ, അത് അന്വേഷിക്കണം എന്നുള്ള അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത്. അന്വേഷിച്ച് കണ്ടെത്തണം. കരുവന്നൂർ കേസിൽ ഇപ്പം പിടിച്ചെടുത്ത സ്വത്തുകളൊക്കെ ഇപ്പം നിക്ഷേപകർക്ക് തിരിച്ചു നൽകാനായിട്ടുള്ള നടപടികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ എങ്ങനെയാണ് നിക്ഷേപകർക്ക് അവർക്ക് നഷ്ടപ്പെട്ട എല്ലാം തിരിച്ചു കിട്ടണമല്ലോ. അതൊരു നമ്മൾ ഇതല്ല. നിക്ഷേപകർക്ക് പൈസ കിട്ടണം എന്നുള്ള അഭിപ്രായങ്ങൾ സംസ്ഥാന ഗവൺമെൻറ്റുകൾ പാർട്ടിയുടെയും നിലപാട് തന്നെയാണ്. നിക്ഷേപിച്ച ഒരാളുടെ പോലും ഒരു നയാ പൈസ പോലും നഷ്ടപ്പെടാൻ പാടില്ല. അവർക്കെല്ലാം തിരിച്ചു കിട്ടണം, ഒരു സംശയമില്ലാത്ത കാര്യം. ഈ കരുവന്നൂർ കേസിൽ നേരത്തെ ഏതെങ്കിലും തരത്തിൽ അന്വേഷണ സംഘം ബന്ധപ്പെട്ടിരുന്നോ? അതോ ഇല്ല, ആദ്യമായിട്ടാണ് അങ്ങനെ. ഞാൻ ജില്ലാ സെക്രട്ടറി ആയിരുന്നത് 2016-18 കാലത്താണ്. ആ സമയത്ത് പാർട്ടിയുടെ ഡോക്യുമെന്റ്സ് അങ്ങനെയാണോ ചോദിച്ചിരിക്കുന്നത്? ഇല്ല, ഒന്നുമില്ല. എന്റെ വ്യക്തിപരമായിട്ടുള്ള ഈ ജില്ലാ സെക്രട്ടറി ആയിരുന്ന സമയത്ത് ഈ ബാങ്കിന്റെ വിഷയം എന്തെങ്കിലും ചർച്ചയായിരുന്നു? ഇല്ല, ഈ ബാങ്കിന്റെ വിഷയമൊന്നും ചർച്ച ചെയ്തിട്ടില്ല. അങ്ങനെ ഓരോ ബാങ്കിന്റെയും പ്രത്യേകം ചർച്ച ചെയ്യുന്നില്ല. സഹകരണ മേഖലയിൽ പൊതുവായിട്ടുണ്ടാകുന്ന എന്തെങ്കിലും വീഴ്ചകളുണ്ടെങ്കിൽ അത് പരിശോധിക്കുക, അത് നടപടി സ്വീകരിക്കുക എന്നല്ലാതെ ഓരോ ബാങ്കിന്റെയും ദൈനംദിന കാര്യങ്ങൾ പാർട്ടി ഇടപെടുന്ന സമീപനമില്ല. അന്ന് ഇത്തരം ഇത് നടന്നതായിട്ട് ശ്രദ്ധയപ്പെട്ടിരുന്നു പാർട്ടിക്ക്? ഇല്ലല്ലോ, പാർട്ടിയുടെ ശ്രദ്ധയിൽ വരുന്നത് പിന്നീട്. പറയേണ്ടത് ഡിപ്പാർട്ട്മെന്റ് ശ്രദ്ധയിലല്ല വരുന്നത്. പാർട്ടിയുടെ ശ്രദ്ധയിൽ വരുന്ന കാര്യങ്ങൾ ആ സമയത്ത് തന്നെ നമ്മൾ നടപടികൾ സ്വീകരിച്ചു പോയി. മുൻ ജില്ലാ സെക്രട്ടറി അടക്കമുള്ള നേതാക്കളെ പലവട്ടം ചോദ്യം ചെയ്തതാണ്. ആ ഒരു സമയത്ത്, ആ തട്ടിപ്പ് അല്ലെങ്കിൽ ക്രമക്കേട് നടന്ന സമയത്ത് ഉത്തരവാദിത്തപ്പെട്ട ആളുകളായിരുന്നവരെ പലവട്ടം ചോദ്യം ചെയ്തു. താങ്കളിലേക്ക് അന്വേഷണം അല്ലെങ്കിൽ ചോദ്യം ചെയ്യൽ എത്തുന്നത് ഏത് നിലയിലാണെന്നുള്ള ആൾ സംശയിക്കുന്നത്. അതെന്താണെന്ന് അറിയില്ല. ഇതുവരെ നമ്മൾ ചോദിച്ചല്ലോ, കേസ് തുടങ്ങിയിട്ട് പല കാലമല്ല. ഇതുവരെ ഇപ്പൊ എന്തെങ്കിലും അവർക്ക് സംശയം ഉണ്ടെങ്കിൽ ദൂരീകരിക്കാൻ വേണ്ടിയായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ഹാജരാകാൻ എന്നാ ഡേറ്റ് ഇന്നലെയായിരുന്നു. ഇന്നലെ ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പാർലമെന്റ് നടന്നുകൊണ്ടിരിക്കില്ല. ഇന്നലെ ശരിക്കും നേരത്തെ ഷെഡ്യൂൾ ചെയ്തതനുസരിച്ചാണെങ്കിൽ ഇന്നലെയും പാർലമെന്റ് ഉണ്ട്. ഹോളിയുടെ ഭാഗമായിട്ട് ഇന്നലെയും കൂടി ഹോളിഡേ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇന്നലെ എനിക്ക് വരാൻ പറ്റിയത്. അപ്പം ഞാൻ പിന്നെ പാർലമെന്റ് കഴിഞ്ഞ ഏത് സമയത്ത് വേണമെങ്കിലും
ഇതിന് മുമ്പിൽ ഹാജരാവാന്ന് പറഞ്ഞു. ഇനിയിപ്പോ പുതിയ നോട്ടീസ് കിട്ടുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള അല്ല സമയം അതൊരു നമ്മൾ ഇന്നലെ മെസ്സേജ് അപ്പം തന്നെ കൊടുത്തു. അതിനുശേഷം വൈകുന്നേരം നമ്മൾ കത്തും കൊടുത്തിട്ടുണ്ട്. അവരെ നിശ്ചയിക്കുന്ന ഏതാ ഡേറ്റ് നിശ്ചയം നമുക്കും കൂടി സൗകര്യപ്രദമായിട്ട് ദിവസമായിരിക്കും. പാർലമെന്റ് കഴിഞ്ഞ ഉടനെ പാർട്ടി സമ്മേളനമാണ് മധുരയിൽ. അത് 6-ാം തീയതി വരെ ഉണ്ട്. അതിനുശേഷം ഏത് സമയത്ത് വിളിച്ചാലും നമുക്ക് പോകാൻ കഴിയും. ഈ അന്വേഷണം ഇങ്ങനെ അനന്തമായി നീട്ടിക്കൊണ്ട് പോകുന്നതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? കോടതി പോലും ശാസിച്ചതാണ് ഇക്കാര്യത്തിൽ. കോടതി അതിൻ്റെ ഭാഗമായിട്ട് പറയാം, ഞാൻ പിന്നീട് പറയാം. ഇപ്പോൾ നമുക്ക് ഈ നോട്ടീസ് ചെയ്യാനുള്ളത് കാര്യമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ